വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ തിരിച്ചു കൊണ്ടുവരാൻ ഇടയൻ പോയതുപോലെ ഞങ്ങളുടെ ഇടയിൽ നിന്നും വഴിതെറ്റിപ്പോകുന്ന കുഞ്ഞാടുകളെ കൊണ്ടുവരാൻ ഞാനും തിരിച്ചു. പക്ഷേ ഇതിങ്ങ് നല്ല ഒന്നാം തരം മുട്ടനാടുകളാണ്. ഇവനിട്ട് ഓടിക്കുന്നത് എന്തിനാണെന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി പുറകിലോട്ട് പോകണം. എന്താടാ അവൻ വരാത്തെ? നീ ഒന്ന് സമാധാനപ്പെടുക, അവന് സാധനം കിട്ടണ്ടേ. ദേവം വരുന്നു. കിട്ടി കിട്ടി. ഏയ് അവിടെ സാധനം തുടങ്ങല്ലേ. സോഡ വരണ്ടേ? സോഡ വരണം, മിക്സ് ചെയ്യണം, അടിക്കണം, എന്തൊക്കെ. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനീ നാട്ടിൽ തേടി നടപ്പൂ. എടോ സോഡ ഒന്നും കിട്ടിയടോ, കടക്ക് അടച്ചു പോയി. എന്താ വേണ്ടി കവറൊക്കെ. ഞാൻ വേറെ ഒപ്പിച്ചേരാ കൊല്ലണ്ട. ഞാൻ പറഞ്ഞില്ലേ പേഷ്യന്റെ കാര്യം. അടിച്ചു. അമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് പൈസ ചോദിച്ചത്. ഞാനിപ്പോ പൈസ സാധനമൊക്കെ വാങ്ങരുത്. ഇപ്പൊ ഇതില്ലാതെ നീ അങ്ങനെ രണ്ടടിച്ചു വെക്കോ. ആപത്ത് വരുമ്പോ കൂടെ നിൽക്കുന്നവനാണ് സുഹൃത്ത്. നീ എന്റെ സുഹൃത്താണെന്ന് കരുതി എന്റെ തെറ്റ്. വെള്ളം അടയ്ക്കുമ്പോ കൂടെ അടയ്ക്കുന്നതാണ് യഥാർത്ഥ സുഹൃത്ത്. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടാ. ഞാൻ വീട്ടിലേക്ക് തിരക്ക. ഓക്കെ ബ്രോ, കാണാം. ഓക്കെ. എവിടെയായിരുന്നു സാറേ ഇത്ര നേരം? ഞാനവിടെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പോയിട്ട് ഞാനവിടെ നടന്ന ഞാനവിടെ കഴിയിട്ടല്ലാതെ ഇങ്ങോട്ട് കയറണ്ട കേട്ടാ. നമുക്ക് നാളെ അവനെ ഫ്രാൻസിസ് അച്ഛൻ്റെ അടുത്ത് ഒന്ന് വിടാം. ചെന്നൈയിൽ പേമാരി എന്നാ ഇവിടേക്കൊക്കെ എത്തുമോ? അമ്മേ പോവാ. എവിടെ അച്ഛൻ്റെ അടുത്ത് പോനെ? അച്ഛൻ്റെ അടുത്ത് പോവാനോ? ഇന്നലെ പറഞ്ഞതല്ലേ നീ അച്ഛൻ്റെ അടുത്ത് പോകുന്ന കാര്യം. അപ്പോഴേക്കും പറഞ്ഞു. നീ കുടിച്ചിരുന്നോ? അച്ഛൻ്റെ അടുത്ത് പോവാനോ? ഫ്രാൻസിസ് അച്ഛൻ അൾത്താര സംഘത്തിൽ ഞാനുണ്ടായിരുന്ന കാലത്ത്. ജോയ്, ഇന്നു മുതൽ നീ അൾത്താരയ്ക്ക് പുറത്ത്.
പള്ളിക്ക് ഞാൻ തേങ്ങ പോവും. പള്ളീൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെയല്ലേ? അച്ഛനല്ലേ? Yo, everybody in the house, see the boys in moving close together just to catch that killer. Make no mistake, this is no thriller. Time wanting the pain till they get him slain. We're talking, sing the story about the four real brothers. ഇടവക ഇപ്പോഴും ആ പഴയ ഇടവക അല്ലെന്നറിയാം. പക്ഷേ ഈ ഫ്രാൻസിസ് ആ പഴയ ഫ്രാൻസിസ് അച്ഛൻ തന്നെയാണ്. അല്ല ജോയ്, സുഖം തന്നെയല്ലേ? അല്ല ഈശ്മിഷയ്ക്ക് സ്തുതിരിക്കട്ടെ ബ്രോ. അല്ല അച്ഛ സ്തുതിരിക്കട്ടെ അച്ഛ. അതെ ജോയ്, നീ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ജോയ്, നീ എനിക്ക് വേണ്ടി ഒരു ഇടം വരെ പോകണം. അച്ഛൻ ചങ്സിൻ്റെ കൂടെ എനിക്ക് മീറ്റിങ്സ് ഉണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ ഇന്ന് വേറെ അങ്ങോട്ടും പോകില്ല. അച്ഛൻ എനിക്കിന്ന് പോയേ തീരൂ. നീ ഇന്ന് പോണ്ട. പോകവിട മാട്ടേ ജോയ, അച്ഛനെ വിടില്ല അല്ലേ? അച്ഛനെ വേണ്ടി ഞാൻ എങ്ങോട്ടാ പോണ്ടേ? കാഞ്ഞമ്പാറ. അവിടെയും വരെ ഞാൻ പോണോ? പോണം. ഇതാ സാധനങ്ങളും കൂടെ എടുത്തു. അതെ, അതിലൊരു ഗിഫ്റ്റ് ഉണ്ട്. അതൊരു കൊച്ചു പെൺകുട്ടി ചോദിക്കും. അവൾക്ക് കൊടുത്തേക്കണം. ഞാൻ അതെങ്ങനെ കൊണ്ടുപോവാ അച്ഛാ? ഇതാ അതിൽ കൊണ്ടുപോകും. ഈ പരട്ട വണ്ടിയിലാണോ ഞാൻ അവരെ പോണ്ടത്? നീയാടാ പരട്ട വണ്ടി. അച്ഛൻ എന്തേലും പറഞ്ഞോ? ഇല്ല. ഹെൽമെറ്റ് വെച്ച് പോടാ. ഞങ്ങൾ ഫ്രീക്കന്മാർ ഹെൽമെറ്റ് വെക്കാറില്ല അച്ഛൻ. അല്ല പറടൂ. എവിടെ ബ്രോ? പറ്റില്ലടാ, അച്ഛൻ നല്ല മുട്ടൻ പണിയാ തന്നെ. നമുക്ക് മീറ്റിംഗ്സ് മാറ്റാം. അറിഞ്ഞോ നമ്മുടെ റിജോ ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്നു. ഇത് നമ്മുടെ പൊന്നു വർഷത്തെ ഓനോ? ആ അതല്ല കുതിർ ഷോർട്ട് ഫിലിം. ഓക്കെ ശരി. ഓക്കെ എന്നാ. അകലെ 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 ആരോ പാടുന്നുവോ, അകലെ ആരോ പാടുന്നുവോ. അന്തമില്ല കാലം കൊണ്ടുവച്ചതാരിൽ ഏതു സ്വപ്നജാലം പല കല്ലോലമെന്നൂണമുള്ളാകെ തുള്ളാട്ടമാ. ലെഫ്റ്റ് ഹാൻഡിൽ ഇപ്പോഴും മോഹൻലാൽ തന്നെയാണ്. ഇപ്പൊ മമ്മൂട്ടി എന്നാ കേട്ടുക്കണോ? ചേട്ടി കാഞ്ഞമ്പാറയ്ക്ക് വല്ല ഷോർട്ട് കട്ടും ഉണ്ടോ? ഇങ്ങനെ നമ്മുടെ പോയിന്റ് അടുത്ത് കൂടെ പോയിക്കളി. ഇതിലൂടെ പോയാൽ മതി. അവിടെ റോഡ് മോശമാട്ടോ. നിമിഷമതോ ഓ ഓ ഓ ഓ ഓ നിമിഷമതോ ഓ ഓ ഓ ഓ ഓ നിമിഷമതോ ഓ ഓ ഓ ഓ. അടിപൊളി പുഴ. ആഹ് എന്താ വെള്ളം. എന്നാ കുളിച്ചിട്ട് തന്നെ കാര്യം. ആഹാ എന്താ വെള്ളത്ത് തണുക്കണ. അയ്യോ എനിക്ക് എനിക്ക് നിനക്ക് നീന്തലറിയില്ല മോനെ? മോനെ ഇതിനെന്ത് കൊമ്പിനെ നീ എടുത്ത് ചാടിയത്? ഉറുമ്പിനടക്കം നീന്തലറിയാം, മനുഷ്യന് മാത്രം നീന്തൽ പഠിക്കേണ്ട ആവശ്യം. ചേട്ടാ ഒരു മിനിറ്റ്. അതെ ചേട്ടാ ഫ്രാൻസിസ് അച്ഛൻ്റെ ആരെങ്കിലും ആണോ?
ആരടാ ചേട്ടാ നിൽക്കുന്നത് ഒരു സെൽഫി എടുത്തിട്ട് പോവാ. അപ്പൊ ഈ ഉറുമ്പിന്റെ അത്രയും മനുഷ്യന്മാരില്ല അല്ലേ? പണ്ടായിരത്തിന് ഇപ്പൊ ഇതെന്ത് പറ്റി? കഷ്ടമത്. സാറേ വിശന്നിട്ട് വയ്യ, ഭക്ഷണം വല്ലതും കഴിക്കാനുണ്ടോ? ഇവിടെ അടുത്തൊന്നും ഹോട്ടലില്ല, വല്ലതും കഴിക്കാൻ കിട്ടുമോ? എല്ലാ വണ്ടിയും വലിയ ഈ റോട്ടിൽ കൂടെയാണല്ലോ. ഒന്ന് പോടോ. അവൻ്റെ ഒരു ഭക്ഷണം ഞാൻ എന്താ ഹോട്ടലിൽ നടത്തണം. ഇത് സ്റ്റാർട്ടാവുന്നില്ല. അച്ഛനെ വിളിച്ചിട്ട് കാര്യം. ഹലോ 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 അച്ഛാ, വണ്ടി വഴിയിൽ കുടുങ്ങി നിൽക്കുക. അത് പെട്രോൾ കഴിച്ചതാവും. പെട്രോള് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാച്ചാ. നീ ഇപ്പൊ എവിടെ നിൽക്കണേ? എവിടെയൊന്നും അറിയില്ല. ഇവിടെ കുറെ റബ്ബറും കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ഗിരിന്ന് പറഞ്ഞിട്ട് ഒരാൾ വരും. ഗിരി എന്ന് പറഞ്ഞോ? നീ തള്ളി പോകും. ഹലോ അച്ഛാ, അതൊരു തള്ളിയും കൊണ്ട് പോകാനോ? ഹലോ, തള്ളിയും കൊണ്ട് പോകാനേ? എൻ്റെ പട്ടി തള്ളും. അപ്പോൾ പോവല്ലേ? വണ്ടി ഒരു സെൽഫി എടുക്കാം. ശരിയാ. ജോ അല്ലയോ? അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ? ആ, ഞാനാ ഗിരി. അച്ഛൻ എന്നാ ഉണ്ടായാലും എന്നോടാന്നേ പറയുന്നത്. അച്ഛൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും അങ്ങനാ. എന്നാ ചോദിക്കാൻ പറയാനുണ്ടായിരുന്നു എന്നോടാന്നേ. മൊത്തത്തിൽ എനിക്ക് ഇവിടെ എല്ലാം അറിയാവേ. അതിനാലാ എനിക്കിവിടെ ഒരു ചെല്ലപ്പേരുണ്ട്, GK. ഈ ജനറൽ നോളജിന്. ഈ അമേരിക്കയുടെ ഗവർണർ ആരാന്നറിയോ? ഒബാമ അല്ലയോ? അല്ലല്ലേ? പണ്ട് എനിക്കറിയാവുന്നേ, ഇപ്പോൾ എല്ലാം മറന്നുപോയി. ജോയുടെ നാടേതാ? ഞാൻ ഇവിടെയൊക്കെ തന്നെ കളിച്ച് വളർന്നേ. ഈ കാണുന്ന പറമ്പിലും പാടത്തും എല്ലാം നമുക്കറിയാവുന്നവരാന്നേ എല്ലായിടത്തും. അച്ഛൻ ജോയുടെ നാടിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. ഈ വള കഴിഞ്ഞ് അടുത്ത ഇറക്കത്തിലാന്നേ നമ്മുടെ സ്ഥലം. ഇങ്ങോട്ട് നിർത്തിയേര്. ആ സഞ്ചി അങ്ങ് എടുത്തോ. ഇവിടെയുള്ളവരെല്ലാം അനാഥ പിള്ളേരെന്നേ. അച്ഛനാ ഇത് നടത്തുന്നത്. എന്നെ അടക്കം അച്ഛനാ എടുത്ത് വളർത്തിയ പിള്ളേരെ. ഇതാ അച്ഛനയച്ച ആള്. അത് സാരിൻ്റെ അടുത്ത് കാശ് വെച്ചായിരുന്നല്ലേ? അവൻ എന്നെ വിളിച്ചായിരുന്നു. അവൻ എൻ്റെയും ചങ്ങാതിയാ. അവന് ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞു. അമേരിക്കയുടെ ഗവർണർ ആരെന്ന് ചോദിച്ചില്ലായിരുന്നോ? കിട്ടിയോ? 10-15 വർഷം കൂടെ ഉണ്ടായിരുന്ന ചങ്ങാതി അറിയാതെ അമേരിക്കയുടെ ഗവർണർ പറഞ്ഞിട്ട് എന്നാത്തിനാ? മനുഷ്യന്മാരെല്ലാം സ്വാർത്ഥന്മാരാന്നേ. നമ്മളെല്ലാം ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയല്ലേ. ആ കൊച്ചിനൊന്ന് നോക്കി. ആ ഗിഫ്റ്റ് പോലും ആ കൊച്ചിനുള്ളതല്ല. നമ്മളെല്ലാം സെൽഫി എടുക്കുന്നത് നമ്മളെ മുഖം കാണാനല്ലേ. അതിൽ നമ്മളെ മനസ്സൂടെ കണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? ആപത്തുഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവനാണ് സുഹൃത്ത്. നീ എൻ്റെ സുഹൃത്താണെന്ന് കരുതിയതിൻ്റെ തെറ്റ്. ഉറുമ്പിനടക്കം നീന്തലറിയാം. മനുഷ്യന് മാത്രമേ നീന്തൽ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സാറേ വിശന്നിട്ട് വയ്യ, ഭക്ഷണം വല്ലതും കഴിക്കാനുണ്ടോ?
ആ ചേട്ടൻ ഒരു സെൽഫി എടുക്കാൻ പോയതാ. ഹലോ ഹലോ. ഒരുപാട് നന്ദിയുണ്ട് അച്ഛാ, എന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞു വിട്ടേന്. അറിയില്ലായിരുന്നു ഇവിടേക്ക് ഇങ്ങനെ കുറേ പേര് ജീവിക്കുന്നുണ്ട് എന്നുള്ളത്. ഒരു പുതിയ പാടായിരുന്നു അച്ഛാ. നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ, അത് മതിയടോ നമ്മളെ ജീവിതകാലം മുഴുവൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ. ഇരുട്ടാകുന്നതിന് മുന്നേ തിരിച്ചെത്താൻ നോക്ക്. ശരി അച്ഛാ, ഞാനെത്താം. എന്നാ ശരി. എന്തേലും കഴിച്ചായിരുന്നോ? ഇല്ല. ദാ. നമ്മൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ, അത് മതിയടോ നമ്മളെ ജീവിതകാലം മുഴുവൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ. അച്ഛാ സ്തുതിയായിരിക്കും. എപ്പോഴും സ്തുതി. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? അതെ, നീ എനിക്ക് വേണ്ടി ഒരിടം വരെ പോകണം. നീ എനിക്ക് വേണ്ടി കുറച്ച് മണിക്കൂറുകൾ മാറ്റി വെച്ചേ മതിയാവും. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാൻ ഒരാളെ കൂടെ വിടാം. ജോയ് ദാ വരുന്നച്ചാ. ആ സിജൻ, ഇവൻ നിന്നെ കൊണ്ടുപോകും. എന്നാ ശരി, പോയിട്ട് വാ. എന്നാ ശരി ബ്രോ, നമുക്ക് പോവാം. നമ്മള് അതിലല്ല പോണേ, നമ്മള് പോണത് ഇതിലാ. ഇതിലോ? ഏത് വഴി പോകുന്ന കൂട്ടത്തെയും നേരായ മാർഗത്തിലൂടെ കൊണ്ടുവരാൻ കഴിയും. അതിന് അച്ഛനാവണമെന്നില്ല, നല്ലൊരു മനുഷ്യനായ മതി.